നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 19/6/2025 രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 1 രൂപയാണ് കൂടിയിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വൻ മുന്നേറ്റം. വെളിച്ചെണ്ണ വില 500 കടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വെളിച്ചെണ്ണ ഉയരുന്നതിൽ വലിയ വിഷമത്തിലാണ്. നമുക്ക് റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 199, RSS 5 കിലോ 196, ISNL കിലോ 176, ലാറ്റക്സ് 60% ഡിയാസിയുള്ള 142 രൂപ 60 ഇതാണ് കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 199, RSS 5 196, ഇതാണ് കൊച്ചി വില. കേരളത്തിലെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 190, ലോട്ട് കിലോ 177 മുതൽ 182. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 132, 60% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 199. ലാറ്റക്സ് വിലയിൽ വൻ വർധന. ഇപ്പോൾ 182 രൂപയാണ്, 4 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ RSS 4 കിലോ 191, RSS 5 കിലോ 188, ISNL 171 രൂപ 50 പൈസ മുതൽ 174 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ ഒട്ടുപാൽ 70% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 113 മുതൽ 123 രൂപയാണ്. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS 4ഉം 5ഉം ISNLും ഒട്ടുപാലിനും 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴ കൂടെ പെയ്യുന്നത് കൊണ്ട് ടാപ്പിംഗ് വളരെ പ്രശ്നത്തിലാണ്. എല്ലാവരും നിരാശയിലാണ്, റബ്ബർ കർഷകരും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ 657, കുരുമുളക് ഗാർബിൾഡ് കിലോ 677, കുരുമുളക് പുതിയത് 647. ജാതിക തൊണ്ടോടുകൂടി 220, കയർ ഇഴക്കയർ 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ഗ്രാമ്പു 800, കാഞ്ഞിരക്കുരു 1850, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420, കൊപ്ര 232, തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, നാടൻ വെളിച്ചെണ്ണ ലിറ്ററിന് 420 രൂപയാണ്. കൊക്കോ 280 മുതൽ 400, കശുവണ്ടി 116. കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 9250, 1 പവൻ 74,000. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,091, 1 പവൻ 80,728. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. LDFിന് വേണ്ടി M സ്വരാജും UDFിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തും പിന്നെ BJPയും പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥി PV അൻവറും രംഗത്തുണ്ട്. അതിശക്തമായ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ആര് ജയിക്കുമെന്നുള്ളത് 23-ാം തീയതി അറിയാം. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.